കയ്യിൽ പൈസയുണ്ട് അയക്കില്ലെന്ന്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ അയക്കണ്ട വെച്ചാൽ ഞാൻ നിന്നോട് നിന്റെ കൊറനാവുള്ളി പിടിച്ചു പറഞ്ഞ പൈസ അയക്കാം. ഇല്ല, എനിക്ക് നിന്റെ കാശ് വേണ്ട. ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇല്ല. കൂട്ട് വേണമെങ്കിൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. കയ്യിൽ പൈസ ഉണ്ടെന്ന്. അപ്പൊ കയ്യിൽ പൈസ ഉണ്ട് അയക്കില്ലെന്ന്. പിന്നെ എന്തിനാ നിന്നെ ഇവിടെ കയ്യിൽ പൈസ ഉണ്ട് അയക്കില്ല എന്ന് പറയുന്നവരെ പിന്നെ ഇവിടെ വെച്ചേക്കത്തില്ല. പൈസ വെച്ചിട്ട് കയ്യിൽ പൈസ വെച്ചിട്ട് ഇവിടെ വന്ന് കമന്റ് ഇടുന്നവരെ അയക്കാതിരിക്കുന്നവരെ ഇവിടെ ഭയങ്കര റൂളൊക്കെയാ. ഇത് വെറുതെ അല്ല. എന്റെ വീട്ടിലേക്ക് കയറി വരുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാശില്ലാതെ ഇങ്ങോട്ട് കയറി വരരുതെന്ന്. സീരിയസാ പറയുന്നത്. പൈസ തന്നാലേ ഇവിടെ കൂട്ടുള്ളൂ, ആര് വന്നാലും. വരുന്നവരെല്ലാം കാശ് തരുന്നുണ്ട്. പോലീസുകാരെ എഴുതിയെടുക്കാൻ വരുവാണെങ്കിൽ പിറ്റേന്ന് ഞാൻ ലൈവ് ഇടും. പോലീസ് ഇവിടെ വന്നു, എനിക്ക് ക്യാഷ് തന്നില്ല, അവരെന്തൊക്കെ ഇവിടെ വന്ന് ചെയ്തു വെച്ചതെന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യയുടെ ഫേക്ക് ഐഡികൾ അന്വേഷിക്കാൻ വന്നു. ഞാൻ തുറന്നങ്ങ് പറഞ്ഞില്ലേ. അപ്പൊ പോലീസുകാരെല്ലാം ഈ ലൈവും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിചാരം എന്തുവാ? ആരും കാണുന്നില്ലെന്നാ. എല്ലാവരും ലൈവും വീഡിയോയും, എന്റെ വീഡിയോ പ്രത്യേകിച്ചും പോലീസുകാരൊക്കെ കാണും. എല്ലാരും കാണുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് പൈസ എന്റെ കയ്യിലുണ്ട്, പക്ഷെ നാഗയ്ക്കില്ല. വേണ്ട, ഇറങ്ങി. നിനക്ക് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ അത് നിന്റെ കൈ വെച്ചേക്കും. പക്ഷെ നിനക്ക് എന്റെ ലൈവിൽ നിൽക്കാനുള്ള അവസരവും തരില്ല. എനിക്കൊന്നും തരാത്തവനെ ഞാൻ പിന്നെ എന്തിനു ഇവിടെ വെക്കണം? സീരിയസ് ആയിട്ടാണ്. എന്റെ ജീവിതമാണ് ഇവിടെ. ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഇങ്ങോട്ട് തന്നെ വരുന്ന ഒരു ക്യാഷ് ഇങ്ങോട്ട് പിന്നെ ക്യാഷ് തന്നിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ടോക്കൺ എടുത്തിട്ടാ വരുന്നത്. ടോക്കൺ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാൻ വരണോ ക്യാഷ് തരണം. അതിന് ലൈവിലായാലും എന്നെ കൂട്ടു വേണോ ക്യാഷ് വേണം. അതിന് ലൈവിലായാലും വാട്സപ്പിലായാലും. അത്രമാത്രം പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ പഠിപ്പിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് ജോലി കിട്ടേണ്ട ഒരാളാണ്. ജോലി. അപ്പോൾ എന്റെ ജോലി നീ എല്ലാം കൂടി തകർക്കാനായിട്ട് കേരളത്തിനകത്തില് കുറെ എന്നെ അധിക്ഷേപിച്ചും അപമാനിച്ചും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ നടന്നിട്ടുള്ളവരാണ്. അവരെ കൊണ്ട് തന്നെ ഞാൻ എനിക്ക് ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിക്കുവാണ് ചെയ്യുന്നത്.